ഫോണിൽ പഴയ ലവർ അവനെ ഒഴിവാക്കിയതാണ്, നമ്പർ ബ്ലോക്ക് ഒക്കെ ചെയ്തതാ. വേറെ ഏതോ നമ്പർ എന്താ ഹായ് എന്നിട്ടൊരു മെസ്സേജ്. ചില്ലറ പെണ്ണൊന്നല്ല ഈ ചെക്കന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്. അത്യാവശ്യം തറവാടിത്തവും സൗന്ദര്യമുള്ള പെണ്ണ. അപ്പോൾ ഫഖാൽ, അയാൾ ഉടനെ തന്നെ ഇന്നി അഖാഫുള്ള നമ്പർ ബ്ലോക്ക് ചെയ്തു. എങ്കിൽ അർശിന്റെ തണല്. 5G കാലത്ത് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ 2 സെക്കൻഡേ വേണ്ടു. 2 സെക്കൻഡ് കൊണ്ട് അർശിന്റെ തണലോ? യെസ് യെസ്. തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടി. ആരാരുമില്ല, എല്ലാ ഹറാമിന്റെയും സാധ്യത ഉണ്ട്. അപ്പോൾ അയാളുടെ ഖൽബ് കൊണ്ട് ഫഖാൽ ഇന്നി അഖാഫുല്ലാഹ്, എന്നെ അല്ലാഹ് കാണുന്നുണ്ട് എന്ന ചിന്തയാൽ അയാൾ അത് ബ്ലോക്ക് ചെയ്താൽ അയാൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ എടുത്തറിയപ്പെട്ട ഒരു ജനതയാണ് നമ്മളാവുന്നതെങ്കിൽ നമ്മൾ വിജയിക്കൂലെന്ന. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കും, പെണ്ണ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ ആ പെണ്ണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് ആ പെണ്ണ് എണീറ്റ് പോയി ഉടനെ തന്നെ ഇരിക്കരുത്. ആ ചൂട്, ആ ഇരുന്നതിന്റെ ചൂട് ഒന്ന് പോയിട്ട് വേണം ഇരിക്കാൻ. എത്ര സൂക്ഷ്മതയാ മഹാന്മാര് പുലർത്തിയെ നോക്കിയ. അപ്പോഴേ ആ ഗ്യാസ് സിലിണ്ടറും മത്സ്യവില്പനയൊക്കെ നടത്തുന്ന ചെക്കന്മാരുടെ പുരുഷന്മാരുടെ അടുത്തേക്ക് താത്താമാര്, എത്ര കാലായി കണ്ടിട്ട് ഈ വൈക്കൊന്നും വരത്തില്ലേ, കയ്യില്ലേ, കൗണ്ടറില്ലേ, കൈമേല് ചെല്ലുന്നുണ്ടല്ലോ അല്ലേ. വനിതാ ക്ലാസ് ഒന്ന് കുറഞ്ഞു പോയേനാ ഉസ്താദിനോട്, ഉസ്താദിന്റെ വനിതാ ക്ലാസ് ഇപ്പൊ എടുക്കാത്തേ. എന്ത് വനിതാ ക്ലാസ് ഇടോ? ലജ്ജ നമ്മുടെ ജനതയിൽ നിന്ന് എടുത്തറിയപ്പെട്ടു. അതിന് വാപ്പ കാറിൽ കയറ്റിട്ട് മോളെ ടൗണിൽ പിക്ക് ചെയ്തിട്ട് പോകുകയല്ലേ ചെയ്യുന്നത്. വാപ്പാക്ക് പ്രശ്നമുണ്ടോ? ഇപ്പൊ ലിബറലിസം തലക്ക് പിടിച്ചത് മക്കൾക്കല്ല, പാരന്റ്സിനാ. മക്കൾക്കല്ല പ്രശ്നം, വാപ്പാക്ക് പ്രശ്നമുണ്ടോ? മോനുണ്ടോ? 10:30 ഫോൺ വിളിച്ച് ചോദിക്കണം, നിങ്ങളെ മോന് ഷെഫീക്കുണ്ടോ? ഇല്ല. എന്തേ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും മോനെ. എന്തേ? ഓന് ടർഫിൽ പോയിന്. എന്തോ സ്വലാത്ത് വാർഷികത്തിനായിട്ട് പോയ പോലെയാ ഉമ്മ പറയണത്. നോ പ്രോബ്ലം. രാത്രിയെ പകലാക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇബാദത്തുകൾ കൊണ്ട്. ഇന്ന് നേരെ ഉൾട്ടയാ സംഭവിക്കണം. ലജ്ജയില്ലാത്തൊരു ജനത വളർന്നാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ലജ്ജ ഈമാന്റെ ഭാഗമാണെന്നാ. ഈമാനുള്ളവർക്ക് ആ ലജ്ജ ഉണ്ടാവില്ലേ. പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറെ മസാലകൾ ഉണ്ടാവും. ഹൈള്, നിഫാസ്, ഇസ്തിഹാലത്ത്, അങ്ങനെ കുറെ. ഈ മസാല എല്ലാം സ്വഹാബത്തിന് നേരെ ക്ലാസ് എടുത്തു കൊടുക്കാൻ നബി തങ്ങൾക്ക് ഭയങ്കര ലജ്ജയാ. പക്ഷെ ഈ മസാല എല്ലാരും അറിയുമ്പോഴാണല്ലോ, ആവശ്യക്കാരെന്തായാലും അറിയണ്ടേ. അതുകൊണ്ടാണ് നബി തങ്ങൾക്ക് അള്ളാഹു 4-ലധികം വിവാഹത്തെ ഹലാലാക്കിയത്. വ്യത്യസ്ത അനുഭവങ്ങളുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം അരമന അറിയുന്നവരാവുകയും അവരോട് ഡയറക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. അവര് മറ്റു സ്ത്രീകളോട് പറയും. അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിനോട് പറയും. അപ്പൊ മസല പുറത്തെത്തുകയും ചെയ്യും, നബി തങ്ങൾ ഡയറക്റ്റ് പറയുകയും ചെയ്യില്ല. അപ്പോഴാ ചിലര് പറയണത്, ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും, എനിക്ക് പിന്നെ മനസ്സിലൊന്നുമില്ല. തലയിലും ഇല്ല, മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. ചില പുരുഷന്മാർ ഇപ്പൊ ഉണ്ട് കേട്ടോ. എന്താ അതിനെ പറയല്? തുണി മട്ടം കെട്ടിയിട്ടോ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് പറമ്പത്തൂടെ. ബനിയനും കുപ്പായം തൊടാണ്ട് അടുക്കളില് അന്യ സ്ത്രീകള്, ജ്യേഷ്ഠന്റെ അനുജന്റെ ഒക്കെ ഭാര്യ ഉണ്ടാവും, ഇങ്ങനെ നടക്കും. നമ്മെല്ലാരും ഒന്നെ. ലജ്ജ വേണം. ലജ്ജ ലജ്ജ ഈമാനുള്ളവർക്ക് ഉണ്ടാവും. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ആക്റ്റീവ സ്ത്രീക്ക് ഓടിക്കുന്നതിന്റെ വിധി എന്ത് എന്നല്ല നോക്കേണ്ടത്, ലജ്ജയുള്ള പെണ്ണിന് എങ്ങനെ ഓടിക്കാൻ കഴിയുക, അവിടെയാ നമ്മൾ നിൽക്കേണ്ടത്. ലജ്ജ ഉള്ളവർ
അവർ വിജയിക്കും. ലാ യഅതി ഇല്ലാ ബിഖൈരിൻ എന്നാണ് ഹദീസ്. ലജ്ജ ഉള്ള ആളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു മുഖത്ത് ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിന്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല, മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ്. ഫാത്തിമ ബീവി വഫാത്താവുന്നതിന്റെ തലേന്ന് വസിയത്ത് ചെയ്തത് തന്നെ, ഞാൻ നാളെ വഫാത്തായാൽ എന്നെ ഖബറടക്കേണ്ടത് രാത്രിയാണ് എന്നാണ്. എന്തേ? രാത്രി ഖബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം പുട ആർക്കും മനസ്സിലാവൂലല്ലോ എന്ന്. എന്റെ ശരീരം കാണൂല എന്നല്ല, എന്നെ പൊതിഞ്ഞ തുണി പോലും കാണരുത് എന്ന്. ഇന്നത്തെ താത്താമാര് കുട്ടികൾക്ക് പേരിടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഹിബയും, ഡ്രോപ്പും പിക്കിങ്ങും അല്ലാതെ വേറെന്താ നമ്മുടെ കുട്ടികൾക്കുള്ളത്? ഫാത്തിമമാരെ കേൾക്കണം. ഫാത്തിമ ബീവി വഫാത്തിന്റെ രാത്രി കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ്, ഒരു പലക പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിഞ്ഞ കഫം പുട അന്യപുരുഷന് കാണുമല്ലോ എന്ന് പേടിച്ചു. എന്നിട്ടാ കരഞ്ഞത്. അങ്ങനെയാണ് അബസീനിയ മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന്, മറയുള്ള മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹദിയെ ഖബറടക്കിയത്. മഹദിയെ കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആയിഷ ബീവി കയറുമ്പോൾ ഒരു സ്ത്രീ വന്ന് ബ്ലോക്ക് ചെയ്തു. നോ എൻട്രി. എന്റെ കുളിപ്പിക്കുന്ന ഒരാളല്ലാതെ ഫാത്തിമ ബീവിയുടെ അടുത്ത് പ്രവേശിക്കരുത് എന്ന് എന്നോട് അവരുടെ വസിയത്തിന് മുമ്പ് അവര് തന്നെ പറഞ്ഞതാണ്. ആയിഷ ബീവി വാപ്പയായ സിദ്ദീഖങ്ങളോട് പറഞ്ഞു, ഞാനാ ആ പന്തൽ കെട്ടിക്കൊടുത്തത്, എന്നിട്ട് എന്നെ കയറ്റുന്നില്ല. ഫാത്തിമ ബീവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറരുത്. അത്രയും ലജ്ജ എവിടെന്ന് പഠിച്ചു? ഫാദർ, ലോക നേതാവ്, ദ ലീഡർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാപ്പച്ചിയാ നമ്മൾ ഓരോരുത്തരും. നമ്മളെ പെൺകുട്ടികളെ അങ്ങാടിയിൽ ആക്റ്റീവയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നതിന് പകരം, കൂട്ടുകാരെ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയം ഏത്, എന്റെ മോൾ ഇടപെടുന്ന ഏരിയ ഏത്, അത് നമ്മൾ ചിന്തിക്കാതെ ഇല്ലെങ്കിൽ ഗസാലി ഇമാം പറഞ്ഞല്ലോ, നിന്റെ ബേക്ക് പിടിച്ചിട്ട് മക്കൾ നരകത്തിലേക്ക് എത്തിക്കും. അധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാരണം കൊണ്ടാണ്.